ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻസിനെ കുറിച്ചാണ്. ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻസ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ദ ഫീൽഡ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ഇൻപുട്ട് ലൈക്ക് കോസ്റ്റ് സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ, പ്ലാൻ, എക്സെട്ര, വിച്ച് ആർ എൻട്രി ഫീൽഡ്സ് ആൻഡ് ഹിഡൻ ഫീൽഡ്സ്. Field status variance is a tool which is provided by SAP to assign the same set of properties to more than one object. ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ കാണിച്ചിട്ടുണ്ട്, റെൻ്റ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്. ഇപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ആ വിൻഡോയിൽ ആ ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന അഡീഷണൽ ഫീൽഡുകളുണ്ട്. അതായത് ടെക്സ്റ്റ്, ബിസിനസ് ഏരിയ, കോസ്റ്റ് സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ, ഓർഡർ, WBS എലമെൻറ്റ്, അങ്ങനെ കുറേ ഫീൽഡുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിക്വയർമെൻറ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ GL ലെവലിലായിരിക്കും സെറ്റപ്പ് ചെയ്യുന്നത്. GL എന്ന് ഉദ്ദേശിക്കുന്നത് റെൻറ്റ്, ബാങ്ക്, ഇതെല്ലാം GL ആണ്, ജനറൽ ലെഡ്ജർ ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് FS00 അപ്പോൾ FS00 ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകളെല്ലാം GL മാസ്റ്റർ എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഓക്കെ, വെൻഡർ മാസ്റ്റർ ഉണ്ട്, കസ്റ്റമർ മാസ്റ്റർ ഉണ്ട്, അസറ്റ് മാസ്റ്റർ ഉണ്ട്. ഇതൊക്കെ അതിൻ്റേതായിട്ടുള്ള മാസ്റ്റർ ഡാറ്റ ക്രിയേഷൻ സ്ക്രീനിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വെൻഡർ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് BP-യിലാണ്, കസ്റ്റമർ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് BP-യിലാണ്, അസറ്റ് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് AS01-ലാണ്. അങ്ങനെ ഓരോ മാസ്റ്റർ ഡാറ്റ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റേതായിട്ടുള്ള ഓരോ സ്ക്രീനുണ്ട്. ഇപ്പം നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് GL ആണ്. GL മീൻസ് ജനറൽ ലെഡ്ജർ. അത് ക്രിയേറ്റ് ചെയ്യുന്നത് FS00-ലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ, അതായത് റെൻ്റ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ആ ഒരു ട്രാൻസാക്ഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന അഡീഷണൽ ഫീൽഡുകളുണ്ട്. ടെക്സ്റ്റ്, ബിസിനസ് ഏരിയ, കോസ്റ്റ് സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ, ഓർഡർ, അങ്ങനെ ഒരുപാട് ഫീൽഡുകളുണ്ട്. ഇതിൻ്റെയൊക്കെ റിക്വയർമെൻറ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ റെൻ്റ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്, അതിൻ്റെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് സാധാരണയായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് G004 ആണ്. ഇപ്പോൾ റെൻ്റ് എന്ന് പറയുന്ന അക്കൗണ്ട് നമ്മൾ G004-ൻ്റെ അണ്ടറിലായിരിക്കും ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ബാങ്ക് എന്ന് പറയുന്നതൊക്കെ G005-ൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ G001-ൻ്റെ അണ്ടറിലോ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് ഓരോ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് കാണാൻ പറ്റും. ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പും അതിൻ്റെ മീനിങ്ങും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റിൽ നമുക്ക് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വേണമെങ്കിലും ഇടാം. എന്നിട്ട് അതിനൊക്കെ നമുക്കൊരു പർട്ടിക്കുലർ സെറ്റിങ്സ് അസൈൻ ചെയ്യാം. ഈ ഗ്രൂപ്പ് വൈസിലായിരിക്കും നമ്മൾ സെറ്റിങ്സ് എനേബിൾ ചെയ്യുന്നത്. അതായത് ടെക്സ്റ്റ് വേണോ, ടെക്സ്റ്റ് റിക്വേർഡ് എൻട്രി ആണോ, സപ്രസ്ഡ് ആണോ, ഓപ്റ്റ് എൻട്രി ആണോ, ബിസിനസ് ഏരിയ റിക്വേർഡ് ആണോ, സപ്രസ്ഡ് ആണോ, ഓപ്റ്റ് എൻട്രി ആണോ, അങ്ങനെ ഓരോ ഫീൽഡുകളും നമ്മുടെ ട്രാൻസാക്ഷൻ അനുസരിച്ച് നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ റെൻറ്റ് നമ്മൾ സാധാരണ റെൻറ്റിന് G004-ഉം ബാങ്കിന് G005-ഉം അല്ലെങ്കിൽ G001 വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഏതാണോ നമ്മൾ കൊടുക്കുന്ന ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ്, ആ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ലെവലിൽ ഫീൽഡ് സ്റ്റാറ്റസ് സെറ്റിങ്സ് നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഇപ്പോൾ ടെക്സ്റ്റ്, ബിസിനസ് ഏരിയ, കോസ്റ്റ് സെൻറ്റർ, ഇതെല്ലാം ഓരോ ലൈൻ ഐറ്റം ലെവലിലും മാറ്റാം. റെൻറ്റിന് കൊടുക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബാങ്കിന് കൊടുക്കാൻ പറ്റും. ബാങ്കിന് ചിലപ്പോൾ ബിസിനസ് ഏരിയ ആവശ്യമില്ലായിരിക്കും, റെൻറ്റിന് ആവശ്യം ഉണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും ഒരു ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് പറയുന്നത്. കോസ്റ്റ് സെൻറ്റർ ചിലപ്പോൾ റെൻറ്റിന് മാത്രം മതി, ബാങ്കിന് ആവശ്യമില്ല. ബാങ്ക് എന്ന് പറയുമ്പോൾ അസറ്റാണ്, റെൻ്റ് എന്ന് പറയുമ്പോൾ അത് കോസ്റ്റാണ് അല്ലെങ്കിൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ റെൻറ്റിന് മാത്രം മതി, ബാങ്കിന് ആവശ്യമില്ല. അപ്പം ബാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് സെൻറ്റർ ആവശ്യമില്ലാത്ത ഒരു ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിലായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബാങ്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പിനകത്ത് കോസ്റ്റ് സെൻറ്റർ സപ്രസ്ഡ് ആക്കി ഇടാൻ പറ്റും. അതുപോലെ പ്രോഫിറ്റ് സെൻറ്റർ, ഓർഡർ, ഇതെല്ലാം ഫസ്റ്റ് ലൈൻ ഐറ്റം ലെവലിൽ മാത്രം മതി. സെക്കൻഡ് ലൈൻ ഐറ്റം ലെവലിൽ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്തിടാനുള്ള ഓപ്ഷൻ SAP-ലുണ്ട്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് OBC4-ലാണ്. ആദ്യം ഒരു ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അതിൻ്റെ അണ്ടറിലെ ഗ്രൂപ്പ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പിനകത്ത് വരുന്ന സെറ്റിങ്സ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അതിന് ശേഷമായിരിക്കും നമ്മളത് കമ്പനി കോഡോട്ട് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് GL മാസ്റ്റർ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്നിട്ട് G001-ൻ്റെ അണ്ടറിലോ 4-ൻ്റെ അണ്ടറിലോ 5-ൻ്റെ അണ്ടറിലോ ആ ഒരു GL മാസ്റ്ററിൻ്റെ നേച്ചറിനനുസരിച്ച് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഗ്രൂപ്പിനായിരിക്കും നമ്മൾ ഈ സെറ്റിങ്സ് എനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെ കമ്പനി കോഡിൽ അസൈൻ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് T കോഡ് ഉണ്ട്. OBC4 ആണ് T കോഡ്. ഡയറക്റ്റ് നമുക്ക് OBC4 എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സീക്വൻസ് വഴിയും പോകാം. സീക്വൻസ് വഴി പോകുന്നത് SPRO വഴിയാണ്. SPRO, SAP റെഫറൻസ് IMG, ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഗ്ലോബൽ സെറ്റിംഗ്, ലെഡ്ജർ, ഫീൽഡ്, ഡിഫൈൻ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ്. T കോഡ് OBC4.
ഓക്കെ, നമുക്കിവിടെ SAPയുടെ സ്റ്റാൻഡേർഡ് കിടപ്പുണ്ട്, അത് കോപ്പി ചെയ്തെടുക്കാം. ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ബെറ്റർ നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഇവിടെ 0001 കിടപ്പുണ്ട്, ആ 0001 കോപ്പി ചെയ്യുക. നമ്മുടെ കമ്പനി കോഡിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റിന് നമുക്കൊരു കോഡ് കൊടുക്കാം. ഞാൻ TM77 എന്ന് കൊടുക്കുകയാണ്. ഫീൽഡ് സ്റ്റാറ്റസ് ഫോർ TM77 എന്ന് ഡിസ്ക്രിപ്ഷനും കൊടുക്കുകയാണ്. അതിനുശേഷം എൻ്റർ ചെയ്യുക. കോപ്പി ഓൾ, ഇതിനകത്തുള്ള എല്ലാ എൻട്രീസും നമുക്ക് കോപ്പി ചെയ്തെടുക്കണം. കോപ്പി ഓൾ, ദെൻ ഓക്കെ, ശേഷം സേവ് കൂടെ ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. ഓക്കെ, ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് നമ്മൾ തീരുമാനിക്കുക. അതിനുശേഷം നമുക്കിവിടെ വന്നതിന് ശേഷം ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് 1 by 1 ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം, അതിനകത്തിലെ സെറ്റിങ്സ് എങ്ങനെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ ആവശ്യം എങ്ങനെയാണോ, നമുക്ക് ഏതൊക്കെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പാണോ ആവശ്യമുള്ളത് അത് കണ്ടെത്തിയതിന് ശേഷം അതിൻ്റെ സെറ്റിങ്സ് നമുക്കിവിടെ സെറ്റപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ G001ൻ്റെ സെറ്റിങ്സ് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ G001 ആണ് കൂടുതലും യൂസ് ചെയ്യുന്നതെങ്കിൽ G001 എന്ന് പറയുന്ന ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പിൻ്റെ പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജനറൽ ഡാറ്റ. ഇപ്പോൾ G001 നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ടെക്സ്റ്റ് റിക്കോർഡ് എൻട്രി ആണ് കിടക്കുന്നത്. അപ്പോൾ ഈ G001ൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന GL മാസ്റ്ററിനെല്ലാം ടെക്സ്റ്റ് നിർബന്ധമായിരിക്കും. ഇപ്പോൾ ബാങ്ക് നമ്മൾ G001ൻ്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ബാങ്ക് അവിടെയൊക്കെ ചോദിക്കുന്നുണ്ടോ അവിടെയെല്ലാം ടെക്സ്റ്റ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അതാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സപ്രസിലിട്ടോ അത് കൊടുക്കാൻ പറ്റില്ല. റിക്കോർഡ് എൻട്രി ആണെങ്കിൽ കമ്പൾസറി ആയിട്ട് നമ്മളത് കൊടുക്കേണ്ടി വരും. ഓപ്റ്റ് എൻട്രി ആണ്, ഓപ്ഷണലാണ്. സിസ്റ്റം കൊടുത്താലും ഈ എൻട്രി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സിസ്റ്റം എറേഴ്സ് ഒന്നും ഇടില്ല. ഇപ്പോൾ സപ്രസും റിക്കോർഡ് എൻട്രിയും അതിൻ്റെ ആ റൂൾ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. സപ്രസിലിട്ട് കഴിഞ്ഞാൽ ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റില്ല. റിക്കോർഡ് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഇല്ലാതെ ആ ഒരു എൻട്രി നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓപ്റ്റ് എൻട്രിയിൽ നമുക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സിസ്റ്റം എറേഴ്സ് ഒന്നും ഇടില്ല. ഓക്കെ, ഞാനെന്തായാലും ടെക്സ്റ്റ് നിർബന്ധമായിട്ട് സെറ്റ് ചെയ്യുകയാണ്, റിക്കോർഡ് എൻട്രി കൊടുക്കുകയാണ്. ദെൻ അഡീഷണൽ അക്കൗണ്ട് അസൈൻമെൻറ്റ്, ഇവിടെ എന്തൊക്കെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ബിസിനസ് ഏരിയ വേണോ, ബിസിനസ് ഏരിയ ഇപ്പോൾ ഓപ്റ്റ് എൻട്രി കിടക്കുകയാണ്, ഇത് വേണമെങ്കിൽ അതും റിക്കോർഡ് എൻട്രി ആക്കാം. അപ്പോൾ ബിസിനസ് ഏരിയ എന്ത് ചെയ്യും, സിസ്റ്റം നിർബന്ധമായിട്ടും കൊടുക്കാൻ നമ്മളോട് ആവശ്യപ്പെടും. പിന്നെ ഇവിടെ ഈ G001ന് നമുക്ക് കോസ്റ്റ് സെൻറ്ററിൻ്റെ അസൈൻമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാതെ സപ്രസിലിട്ടേക്കാം. ഓക്കെ, പ്രോഫിറ്റ് സെൻറ്റർ അങ്ങനെ പ്ലാന്റ് കാര്യങ്ങളൊന്നും ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് സപ്രസിലിട്ടേക്കാം. ആവശ്യം ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, റിക്കോർഡ് എൻട്രി അല്ലെങ്കിൽ ഓപ്റ്റ് എൻട്രി ആക്കണം. റിക്കോർഡ് എൻട്രി ആക്കി കഴിഞ്ഞാൽ സിസ്റ്റം കമ്പൾസറി ആയിട്ട് നമ്മളോടത് നമ്മുടെ ഇൻപുട്ട് ഫീൽഡിൽ കൊടുക്കാൻ ആവശ്യപ്പെടും. അങ്ങനെ ഏതൊക്കെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പുകൾ വരുന്നുണ്ടോ അതിനകത്തിൽ എന്തെല്ലാം സെഷൻസ് ഉണ്ട്, ഇവിടെ അതിനകത്തിൽ തന്നെ ഒരു സബ് ഗ്രൂപ്പുകളുണ്ട്. മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ, അതിനകത്തിൽ വാല്യൂ ഡേറ്റ്, ഡ്യൂ ഡേറ്റ് ഒക്കെ നിർബന്ധമായിട്ടും നമുക്ക് കൊടുക്കണം. സിസ്റ്റം നമ്മളോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് റിക്വയർഡ് എൻട്രി ആക്കി കൊടുക്കാം. അങ്ങനെ അസറ്റ് അക്കൗണ്ടിങ്ങിനകത്തിൽ വരുമ്പോൾ നമുക്ക് അസറ്റ് റിട്ടയർമെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാലേ അസറ്റ് നമ്പരും അസറ്റ് റിട്ടയർമെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ അവിടെ വരുള്ളൂ. അങ്ങനെ അത് ഏത് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പാണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റപ്പ് ചെയ്യാം. ഇപ്പോൾ G001 സെറ്റപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് G04. നമുക്ക് കോസ്റ്റ് സെൻറ്റർ അസൈൻമെൻറ്റുകളൊക്കെ വരും. അപ്പോൾ എന്ത് ചെയ്യണം, കോസ്റ്റ് സെൻറ്റർ റിക്വയർഡ് എൻട്രി ആക്കണം. അല്ലെങ്കിൽ ഓപ്റ്റ് എൻട്രി ആക്കിയിട്ടാലും ഇഷ്യൂ ഒന്നുമില്ല. കോസ്റ്റ് സെൻറ്റർ നിർബന്ധമായിട്ടും കൊടുക്കണം. റിക്വയർഡ് എൻട്രിയാണ് സാധാരണ രീതിയിൽ ഇടേണ്ടത്. ദെൻ ബിസിനസ് ഏരിയ, പ്രോഫിറ്റ് സെൻറ്റർ, ഇതൊക്കെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് വേണമെങ്കിൽ റിക്വയർഡ് എൻട്രിയോ ഓപ്റ്റ് എൻട്രി ആക്കിയിടാം. ഓക്കെ, ഇത് കോസ്റ്റ് അക്കൗണ്ടാണത്. നമുക്ക് സാലറി, റെൻറ്റ് ഇതൊക്കെ ഇതിൻ്റെ അണ്ടറിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലുള്ള എക്സ്പെൻസ് അക്കൗണ്ടുകൾ കംപ്ലീറ്റ് നമുക്ക് G004ൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് റീകൺസിലേഷൻ അക്കൗണ്ട് ഉണ്ട്, റവന്യൂ അക്കൗണ്ടുകളുണ്ട്. ഇതിനും നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ടെക്സ്റ്റോ ബിസിനസ് ഏരിയ എന്ത് ചെയ്യാം, റിക്വയർഡ് എൻട്രി ഓപ്റ്റ് എൻട്രി ആക്കിയിടാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അത് കമ്പനി കോഡുമായിട്ട് അസൈൻ ചെയ്യണം. OBC5 ആണ് കമ്പനി കോഡോട്ട് അസൈൻ ചെയ്യുന്നത്. OBC5 സീക്വൻസ് ആണെങ്കിൽ സെയിം സീക്വൻസ് തന്നെയാണ്. SPRO വഴി തന്നെയാണ് എടുക്കുന്നത്. SPRO SAP റെഫറൻസ് IMG, ദെൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഗ്ലോബൽ സെറ്റിംഗ്, ലെഡ്ജർ, ഫീൽഡ്, അസൈൻ കമ്പനി കോഡ് ടു ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ്. OBC5 ആണ് ടി കോഡ്. പൊസിഷൻ എടുത്തിട്ട് കമ്പനി കോഡ് എടുക്കാം.
TM77 ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് TM77 തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ഏത് ഡിജിറ്റിലാണോ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഡിജിറ്റ് കൊടുക്കാം. TM77 തന്നെ അല്ലെങ്കിൽ ആ സെയിം കമ്പനി കോഡിൻ്റെ ഡിജിറ്റ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ആ ഡിജിറ്റ് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിജിറ്റിൽ ക്രിയേറ്റ് ചെയ്യാം. അത് ആ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റിന് കൊടുത്ത ഡിജിറ്റ് തന്നെ ഇവിടെ എൻ്റർ ചെയ്യണം, ശേഷം സേവ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. നമ്മുടെ ട്രാൻസാക്ഷൻ വിൻഡോയിൽ വരുന്ന റിക്വയർമെൻറ്റ്, നമ്മളൊരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ആ ഒരു സ്ക്രീനിൽ എന്തെല്ലാം റിക്വയർമെൻ്റ് ഉണ്ട് അതൊക്കെ തീരുമാനിക്കുന്നത് ഈ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് ആണ്. കൂടാതെ ഇതിനോട് കൂടി വരുന്ന വേറൊരു കാര്യം കൂടെ വരുന്നത് പോസ്റ്റിംഗ് കീ ആണ്. ഈ ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എലമെൻറ്റ് കൂടിയാണ് പോസ്റ്റിംഗ് കീ എന്ന് പറയുന്നത്. ഈ റെൻറ്റ്, ബാങ്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലെഡ്ജർ ലെവൽ അല്ലെങ്കിൽ GL ലെവലിലാണ് നമ്മളിത് സെറ്റപ്പ് ചെയ്തത്. OBC4 എന്ന് പറഞ്ഞാൽ അവിടെ GL ആണ്. GL മാത്രമേ അതിനകത്തുള്ള കോൺഫിഗറേഷനാണ് സെറ്റപ്പ് ചെയ്തത്. ഇനി ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഉണ്ട്. ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് രണ്ട് സെഷനായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ലൈൻ ഐറ്റം ഡെബിറ്റും സെക്കൻഡ് ലൈൻ ഐറ്റം ക്രെഡിറ്റും. അപ്പോൾ ഇതിനോട് കൂടി പോസ്റ്റിംഗ് കീസും അസോസിയേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റിംഗ് കീസും ഇതിനെ അക്സെപ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ ഈ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻസിനകത്ത് ഏത് സെറ്റിങ്സ് ആണോ കൊടുക്കുന്നത് അത് പോസ്റ്റിംഗ് കീ ആയിട്ടൂടെ മാച്ച് ചെയ്യണം. OB41 പോസ്റ്റിംഗ് കീ വരുന്നത്. അതുകൂടെ കാണിച്ചു തരാം. OB41. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ട്രാൻസാക്ഷൻ റെൻ്റ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്. അപ്പോൾ റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആണ്. ഇപ്പോൾ 40 അതിനകത്തിൽ മെയിൻറ്റെയിൻ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് ഉണ്ട്. 40 എന്ന് പറഞ്ഞാൽ പോസ്റ്റിംഗ് കീയാണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിനും ഒരു ഫീൽഡ് സ്റ്റാറ്റസ് സെറ്റിങ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ജനറൽ ഡാറ്റ എടുക്കുന്നു. ഇവിടെ ടെക്സ്റ്റ് സപ്രസ് കിടക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് നമ്മൾ അപ്പുറത്ത് GL മാസ്റ്ററിന് റിക്വേർഡ് കൊടുത്തിട്ട് ഇവിടെ സപ്രസ് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം എറർ അടിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അതിനും റിക്വേർഡ് എൻട്രിയോ ഓപ്റ്റ് എൻട്രിയോ കൊടുക്കണം. ഓപ്റ്റ് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്യൂ ഇല്ല. റിക്വേർഡ് കൊടുത്താലും ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. കാരണം ഓൾറെഡി GL മാസ്റ്ററിന് നമ്മൾ OBC4 ലെവലിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന റിക്വേർഡ് എൻട്രി ആണ്. അപ്പോൾ ഇത് ഓപ്റ്റ് എൻട്രി കൊടുത്തു കഴിഞ്ഞാലും ഇഷ്യൂ ഒന്നുമില്ല. സപ്രസ് കൊടുത്തു കഴിഞ്ഞാൽ എറർ ആയിരിക്കും. കാരണം പോസ്റ്റിംഗ് കീ പറയുന്നു ടെക്സ്റ്റ് ആവശ്യമില്ല, പക്ഷേ OBC4 ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് പറയുന്നു ടെക്സ്റ്റ് ആവശ്യമുണ്ട്. അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. സിസ്റ്റം ആ എൻട്രി പോസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ എപ്പോഴും OBC4 OB41 മാച്ചിങ് ആയിരിക്കണം. പോസ്റ്റിംഗ് കീയും, അതായത് ആ ട്രാൻസാക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന പോസ്റ്റിംഗ് കീ ഉണ്ട്. ഓരോ ടൈപ്പ് ട്രാൻസാക്ഷനും വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റിംഗ് കീസ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് GL to GL ട്രാൻസാക്ഷനാണ്. രണ്ട് സൈഡും ഫസ്റ്റ് ലൈൻ ഐറ്റവും സെക്കൻഡ് ലൈൻ ഐറ്റവും GL ആണ്. അതായത് FS00 ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ വെൻഡർ ഇൻവോയ്സ് വരുമ്പോൾ അവിടെ ഒരെണ്ണം വെൻഡർ മാസ്റ്ററും ഒരെണ്ണം GL ആയിരിക്കും വരുന്നത്. കസ്റ്റമർ മാസ്റ്റർ വരുമ്പോൾ അവിടെ കസ്റ്റമറും GL ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ അതിൻ്റെ പോസ്റ്റിംഗ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ വെൻഡർ ഇൻവോയ്സ് സമയത്ത് 31 40 ആയിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. കസ്റ്റമർ ഇൻവോയ്സ് സമയത്ത് 01 50 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം സെപ്പറേറ്റ് ഫീൽഡ് സ്റ്റാറ്റസ് സെറ്റിങ്സ് പോസ്റ്റിംഗ് കീ ലെവലിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യണം. അതിവിടെ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പം വെൻഡർ ഇൻവോയ്സിന് 31 ആണ്. അപ്പോൾ 31 ഓപ്പൺ ചെയ്തിട്ട് മെയിൻറ്റെയിൻ ഫീൽഡ് സ്റ്റാറ്റസ് സെറ്റിങ്സ് നോക്കുക. ഏതൊക്കെ കാര്യങ്ങളാണ് റിക്വേർഡിൽ കിടക്കുന്നത്, ഓപ്റ്റ് എൻട്രി കിടക്കുന്നത്. ഇതും നമ്മുടെ OBC4 ലെവലുള്ള സെറ്റിങ്സുമായിട്ട് മാച്ചിങ് ആണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. എന്നിട്ടേ ട്രാൻസാക്ഷൻ ചെയ്യാവൂ. ഇനി അത് റോങ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, മിസ്മാച്ചിങ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഫീൽഡ് സ്റ്റാറ്റസ് ഇഷ്യൂസ് വരും. സിസ്റ്റം ഫീൽഡ് സ്റ്റാറ്റസിൻ്റെ എറേഴ്സ് താഴെ ഇടും. അത് ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ടേമിലായിരിക്കും സിസ്റ്റം ഇട്ട് തരുന്നത്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ABAP ഡിക്ഷണറിയൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലായാലും നമുക്കത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. SAP പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.